പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ വിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് നിർവഹിക്കുക എന്ന കർമ്മത്തിലേക്കുള്ള ഓരോ പടികളും ഓരോ സ്റ്റെപ്പുകളും നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ, പ്രതീക്ഷകളോടെ, പ്രത്യാശയോടെ ഒക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനാവശ്യമായ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഈമാനും തഖ്വയും ഒക്കെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിന്റെ ഒരു ഹജ്ജായി ഈ ഹജ്ജിനെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇത് 3ാമത്തെ ക്ലാസ് ആണ്. നേരത്തെ നമ്മുടെ ഗുഡ് ഹോപ്പ് സൂചിപ്പിച്ചതുപോലെ 3ാമത്തെ ക്ലാസ് ആണ് നമ്മൾ നടത്തുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ക്ലാസ് ആണ് നടത്താറ്. അത് ഫിസിക്കലി നമ്മുടെ ഹജ്ജ് പുറപ്പെടുന്നതിന്റെ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടി അവിടെ വെച്ചാണ് നമ്മൾ നേരെ ഈ ക്ലാസ് നടത്താറുള്ളത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം തന്നെ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ച് പോകാൻ സാധിക്കാതെ വന്നവരൊക്കെ ഈ ഗ്രൂപ്പിൽ ഏകദേശം ഒരു വർഷത്തോളമായി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ രൂപത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത്. സ്വാഭാവികമായും നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചതുപോലെ 2 ക്ലാസ്സുകൾക്ക് ശേഷം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിൽ നിലവിലുണ്ട്, ഈ ഗ്രൂപ്പിൽ നിലവിലുണ്ട്. അവർക്കൊക്കെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം ചില ആളുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കലായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി നേർക്കുനേരെയുള്ള ഒരു ക്ലാസ് വളരെ വിപുലമായി ഒരു വിപുലമായ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പില് നമ്മുടെ കൂട്ടത്തില് അതിപ്രഗത്ഭരായ അമീർമാരും അമീറായിട്ടുണ്ട്. തന്നെ സുബൈർ അമീറുണ്ട്. 5ഓളം ഏറ്റവും പ്രഗത്ഭരായ ഈ ഹജ്ജിന്റെ ഓരോ നമുക്ക് വഴികാണിക്കും കഴിവും അറിവുള്ള ഈ ഗ്രൂപ്പിന്റെ കൂടെ ഉള്ളത്. അവർക്ക് ഓരോ ചെറിയ പ്രയാസങ്ങൾ കൊണ്ടാണ് വരാൻ പറ്റാത്തത്. യുള്ള സൗണ്ട് ക്ലിയർ അല്ലല്ലോ. ക്ലിയർ അല്ല. നെറ്റ് പ്രോബ്ലം ഉണ്ട്. തീരെ ക്ലിയർ. നെറ്റ് പ്രോബ്ലം തോന്നുന്നു. ക്ലിയർ ഇല്ല. നെറ്റ് പ്രോബ്ലം ആണോ? സൗണ്ട് ബ്രേക്ക്. നെറ്റ് പ്രോബ്ലം ആയിരിക്കണം. ക്ലിയർ ഇല്ല. ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്. എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ കിട്ടുന്നുണ്ടോ? നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദമായ കൂടിയ ഒരു നമുക്ക് വരും. അതിലാരും ആശങ്കപ്പെടേണ്ടതില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കേണ്ട ഓരോ കർമ്മങ്ങളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നമ്മൾ അത് പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്യും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇപ്പോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് കുറെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ ചില ആളുകൾ കേട്ടിട്ടുള്ളതാണ്, കുറെ കാര്യങ്ങൾ കേൾക്കാത്തതാണ്, പുതിയ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. കേട്ടതാണ് എന്ന് തോന്നുന്ന ആളുകൾ അവർക്ക് മടുപ്പുണ്ടാവുകയാണെങ്കിൽ തൽക്കാലം നമുക്ക് പിന്നെ ഈ ക്ലാസ്സിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാം. തീരെ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തായിരുന്നാലും
ദീനിയായ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, അത് കേസറായാലും അല്ലെങ്കിലും ശരി, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന പ്രവാചകന്റെ വചനം മനസ്സിൽ വെച്ച് ഇതൊരു പ്രതിഫലാർഹമായ ഒരുമിച്ച് കൂടലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഹജ്ജ്, അതിൻ്റെ കൂടെ ഒരു ഉംറ, ഇതാണ് ഈ യാത്രയിൽ ഉടനീളം നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ആമുഖമായി ഞാൻ എല്ലാവരെയും സൂചിപ്പിക്കാം. ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കഠിനമായ കർമ്മങ്ങളല്ല. വളരെ ലഘുവായ ഒരു മിനിറ്റിന്റെ ചെറിയ ഒരു ഭാഗം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന അത്രയും ലളിതമായ കർമ്മങ്ങളാണ് ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ. അപ്പൊ എന്താണ് ഉംറ എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഉംറ എന്ന് പറഞ്ഞാൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിലെത്തി കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് ഫർവകൾക്കിടയിൽ 7 പ്രാവശ്യം, ഇതാണ് ഉംറ. ഈ 7 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ തലമുടിയിൽ നിന്ന് അല്പം മുറിച്ചു കളഞ്ഞാൽ ഉംറയുടെ കർമ്മങ്ങളും പൂർത്തിയാക്കി നമ്മൾ ഒരു ഉംറ ചെയ്ത വ്യക്തിയായി തീരും. എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിലെത്തി കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് സഫ മറുവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യം നടന്നാൽ അഥവാ സഅയ് നടത്തിയാൽ ഉംറയുടെ കർമ്മങ്ങൾ അവസാനിച്ചു. എന്തൊക്കെ കർമ്മങ്ങളുള്ളത്? 1 ഇഹ്റാമിൽ പ്രവേശിക്കലാണ്, 2 തവാഫാണ്, 3 സഅയാണ്, 4 അതിന്റെ അവസാനത്തെ രൂപമായ തലയിലെ മുടി മുറിക്കുക ആണ് ഒരു ഉംറ. ഇതാർക്കും ഇത് പഠിക്കാൻ വലിയ പ്രയാസം, കഠിനമാണ്, മനസ്സിനേറെ സങ്കീർണമാണ് എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഈ 4 കാര്യങ്ങളാണ്. എന്താണ് തവാഫ്, എന്താണ് ഇഹ്റാം, എന്താണ് സഅയ്, ഈ 3 കാര്യം മനസ്സിലാക്കിയാൽ ഒരു ഉംറ നമ്മൾ മനസ്സിലാക്കി എന്നർത്ഥം. അതേപോലെ തന്നെ ഹജ്ജ്, ദുൽഹജ്ജ് 8-ന് മിനയിൽ പാർത്ത് പിറ്റേന്ന് ദുൽഹജ്ജ് 9-ന് അറഫയിലേക്ക് പുറപ്പെട്ട് അന്ന് പകൽ സമയം അറഫയിൽ അന്ന് വൈകുന്നേരം മഗ്‌രിബിന് ശേഷം മുസ്ദലിഫ എന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ട് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം ദുൽഹജ്ജ് മിനായിലേക്ക് വന്ന് 3 ജംറകളിൽ കല്ലെറിഞ്ഞ് ബലിയറുത്ത് മുടിയെടുത്ത് മക്കയിൽ വന്ന് തവാഫും സഅയും നിർവഹിച്ച് തിരിച്ച് മിനയിലേക്ക് പോവുക. 13 ദിവസങ്ങളിൽ ജംറകളിൽ കല്ലെറിഞ്ഞ് മിനായിൽ തന്നെ താമസിക്കുക. ഇതാണ് ഹജ്ജ്. 6 ദിവസമാണ് ഹജ്ജിന്റെ സമയപരിധി എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13. ഈ 6 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. പക്ഷേ ഒരൊറ്റ കർമ്മങ്ങൾ പോലും നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമുള്ള, സങ്കീർണമായ ഒരൊറ്റ കർമ്മം പോലും ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ആശങ്കകൾ ഇല്ലാതിരിക്കുക എന്നതാണ്. എനിക്കത് കഴിയുമോ, എനിക്കത് മനസ്സിലാക്കാനൊക്കെ പറ്റുമോ, എന്റെ പ്രായമൊക്കെ കുറെ ആയിട്ടില്ലേ, എനിക്കത് പഠിക്കാനൊക്കെ പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ ആ ആശങ്ക മാറ്റി വെക്കുക. വളരെ ലളിതമാണ്, സുഖമാണ്, മനസ്സിലാക്കാൻ ഏറെ എളുപ്പമുള്ളതാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ഓരോ കർമ്മങ്ങളും. അതോടൊപ്പം ആളുകളുടെ മറ്റൊരാശങ്ക ശാരീരികമായ പ്രശ്നങ്ങളാണ്. രോഗങ്ങള്, വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങള്, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ എന്നെ കൊണ്ടാവോ? ആ ആശങ്കയും അസ്ഥാനത്താണ്. നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് മക്കയിലേക്ക് പോകുന്നത്. അള്ളാഹുവാണ് നമ്മളെ മക്കയിലേക്ക് വിളിച്ചത്. ആ അള്ളാഹുവിന്റെ വിളിപ്രകാരമാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ ആതിഥേയൻ അള്ളാഹുവാണ്.
സൗദി അറേബ്യയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി നമ്മൾ മക്കയിലേക്ക് പുറപ്പെടുമ്പോഴൊക്കെ വഴിയോരങ്ങളിൽ വലിയ ബോർഡുകൾ കാണാം. മർഹബൻ, നമ്മളെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളാണ്. ആ ബോർഡുകളിൽ നമ്മളെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ളുയൂഫുർ റഹ്മാൻ എന്നാണ്. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ലൈഫ് അതിഥിയാണ്. ളുയൂഫ് എന്ന് പറഞ്ഞാൽ അതിഥികളാണ്. പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് നമ്മൾ മക്കയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആർ അള്ളാഹുവിൽ തന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹു മതിയായവനാണ് എന്നാണ്. അള്ളാഹു ഉണ്ട് നമ്മളെ നോക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ശാരീരിക അവശതകളെ കുറിച്ചോ മറ്റു ഭൗതികമായ അവസ്ഥകളെ കുറിച്ചോ ഒരു ഭയപ്പാടും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഒരു വ്യക്തിക്കും ഉണ്ടാവേണ്ടതില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. ഹജ്ജിനൊക്കെ വേണ്ടി പുറപ്പെടുമ്പോൾ ഏറെ പേടിച്ച് ശാരീരിക അവശതകളുടെ കാര്യത്തിൽ ഭയപ്പെട്ടിരുന്ന ആളുകളൊക്കെ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പൂർവാധികം ആരോഗ്യത്തോടെ ചടുലതയോടുകൂടി ഓരോ കർമ്മങ്ങളും നിർവഹിക്കുന്നത് അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കി കാണാറുണ്ട്. അപ്പോ ഈ രണ്ട് ആശങ്കകളും നമ്മൾ മാറ്റിവെക്കുക. ഒന്ന്, ആരോഗ്യപരമായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടാവോ? രണ്ട്, അറിവ്, ഹജ്ജിന്റെ കർമ്മങ്ങളുമായിട്ട് വേണ്ടത്ര അറിവില്ല, മതപരമായ കാര്യങ്ങളിലൊന്നും അങ്ങനെ വേണ്ടത്ര വിവരം നേടിയിട്ടില്ല, അതുകൊണ്ട് ഹജ്ജിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസമുണ്ടാകുമോ? ഈ രണ്ട് ആശങ്കകളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഹജ്ജിന്റെ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഞാൻ ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഹജ്ജിന്റെയും ഉംറയുടെയും ഘടകങ്ങളെ 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കാം. ഒന്ന്, ഹജ്ജിന്റെ റുക്നുകൾ എന്നാ പറയാ. റുക്നുകൾ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഹജ്ജിന്റെ വാജിബാത്തുകൾ അഥവാ ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങൾ, ഹജ്ജിന്റെ വാജിബാത്തുകൾ എന്ന് പറയാം. മൂന്നാമത്തേത് ഹജ്ജിന്റെ സുന്നത്തുകൾ, ഒരു ഹജ്ജിലോ ഒരു ഉംറയിലോ സുന്നത്തായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് റുക്നുകൾ, രണ്ട് വാജിബാത്തുകൾ, മൂന്ന് സുനനുകൾ. ഇങ്ങനെ ഹജ്ജിന്റെ ഉംറയുടെ കർമ്മങ്ങളെ, അത് ഉംറയുടെ കർമ്മങ്ങളാവാം ഹജ്ജിന്റെ കർമ്മങ്ങളാവാം, അതിന്റെ കർമ്മങ്ങളെ മൊത്തത്തിൽ ഈ 3 വിഭാഗമായിട്ടാണ് വേർതിരിക്കുക. അതില് ഹജ്ജിന്റെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ അല്ലെങ്കിൽ ഉംറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ആ റുക്നുകളിൽപ്പെട്ട ഒരു കാര്യവും നമുക്ക് നഷ്ടമാവാൻ പാടില്ല, മിസ്സാവാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഹജ്ജ് നഷ്ടമാവും. പിന്നത്തെ കൊല്ലം നമ്മൾ ഹജ്ജ് നിർവഹിക്കേണ്ടി വരും. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് റുക്നുകൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. ഈ വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. റുക്നുകളെ പോലെ ഹജ്ജിലെ നിർബന്ധമായ ഘടകങ്ങളാണത്. ചെറിയൊരു വ്യത്യാസം, റുക്നുകൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഹജ്ജ് നഷ്ടമാവും. എന്നാൽ വാജിബാത്തുകളിൽപ്പെട്ട ഒരു കാര്യം നമുക്ക് നഷ്ടമായാൽ അതിന് പകരമായി അല്ലാഹു തആല നിശ്ചയിച്ച ചില പ്രായച്ചിത്തങ്ങളുണ്ട്. ആ പ്രായച്ചിത്തങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ഹജ്ജ് ആ കുറവ് നികത്തപ്പെടും. ഇതാണ് വാജിബാത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സുനനുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജില് കൂടുതൽ കൂലി വാങ്ങിത്തരുന്ന പ്രവാചക ചര്യയിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് റുക്നുകൾ പോലെയോ വാജിബാത്തുകൾ പോലെയോ നിർബന്ധമായ കാര്യങ്ങളല്ല. ആ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഹജ്ജ് കൂടുതൽ പ്രതിഫലാർഹമായി തീരും. ആ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ ആ പ്രതിഫലം നമുക്ക് നഷ്ടമാകും എന്നല്ലാതെ നമ്മുടെ ഹജ്ജിന് അതുകൊണ്ട് കേടൊന്നും സംഭവിക്കുകയില്ല. ഇതാണ് ഹജ്ജിന്റെ സുനനുകൾ. അപ്പോ ഹജ്ജിന്റെയും ഉംറയുടെയും റുക്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സുനനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്നുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ഏറ്റവും അനിവാര്യമായ നിർബന്ധമായ കാര്യങ്ങളാണ്. അത് ചെയ്യാതിരുന്നാൽ
അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കാനാവുകയില്ല. ഹജ്ജിന്റെ വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ, ചെയ്യാൻ കഴിയാതെ വന്നാൽ അതിന് പകരമായി അള്ളാഹു നിശ്ചയിച്ച പ്രായച്ചിത്തങ്ങളുണ്ട്. ബലിയറുക്കുക തുടങ്ങിയ പ്രായച്ചിത്തങ്ങൾ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ പ്രായച്ചിത്തങ്ങൾ നിർവഹിച്ചാൽ ആ നഷ്ടപ്പെട്ടതിന്റെ കുറവ് നികത്തപ്പെടും. സുനനുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിലെ കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. അത് നഷ്ടപ്പെട്ടാൽ അത് ഹജ്ജിന്റെയോ ഉംറയുടെയോ സ്വീകാര്യതയെ ബാധിക്കുകയില്ല. ഇതാണ് സുനനുകൾ. അപ്പൊ ഹജ്ജിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഉംറയിൽ ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് റുക്കിനാണോ, അതല്ല അത് വാജിബാത്തുകളിൽ പെട്ടതാണോ, അതല്ല സുനനുകളിൽ പെട്ടതാണോ, ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഞാൻ ഒന്നാമത്തെ ക്ലാസ് മുതലേ ക്ലാസിന്റെ ആദ്യത്തിൽ പറയുന്ന ഒരു സംഗതി എന്താ അറിയാറ്, നമ്മുടെയൊക്കെ കൂടെ എത്ര പ്രഗത്ഭരായ അമീറന്മാരും ഗൈഡുമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ തിരക്ക് എന്ന് പറയുന്നത് അസാധാരണമായ തിരക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു തിരക്കാണ്. നമ്മളൊക്കെ നാട്ടില് വലിയ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണ പറയാറുണ്ട് ജനലക്ഷങ്ങൾ പങ്കെടുത്തു. സത്യത്തിൽ അങ്ങനെ ലക്ഷങ്ങളൊന്നും ആ സമ്മേളനങ്ങളിൽ ഉണ്ടാവില്ല. പലതും അത്ഭുതപ്പെടുത്തുവാൻ വേണ്ടി പൂജ്യങ്ങൾ ചേർത്ത് പറയുന്ന കണക്കേക്കാണ്. അങ്ങനെ ലക്ഷങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അധികമൊന്നും ഇല്ല. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ആയിരം, 100 ആയിരങ്ങൾ വേണ്ടേ? അതൊരു വലിയ സംഖ്യയാണ്. എന്നാൽ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾ 15 ലക്ഷം മുതൽ മുകളിലേക്കുള്ള ആളുകളാണ്. അത് കണക്കിൽ കാണിക്കുന്ന സംഖ്യ യഥാർത്ഥമാണ്. പലപ്പോഴും കണക്കിൽപ്പെടാതെ സൗദി അറേബ്യയുടെ ഹജ്ജിന്റെ കണക്കുകളെ ലംഘിച്ചുകൊണ്ട് പുറത്തു വരുന്ന ആളുകളുണ്ടാവും ഹജ്ജിൽ. അതായത് യഥാർത്ഥത്തിൽ പറയുന്ന കണക്കിനേക്കാൾ കൂടുതലായിരിക്കും പലപ്പോഴും ഹജ്ജിന് വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു തിരക്കാണ്. സ്വാഭാവികമായി ഒരു തിരക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ കൂട്ടം തെറ്റിപ്പോകും. എത്ര ആളുകൾ എത്ര കൃത്യമായിട്ട് ഒരു സംഘമായിട്ട് പോകാൻ തീരുമാനിച്ചാലും ഒരു ജനക്കൂട്ടത്തിന്റെ തിരക്കിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ കൂട്ടത്തിന് കൂട്ടമായിട്ട് സഞ്ചരിക്കാനുള്ള ഒഴിവ്, ഗ്യാപ്പ് കിട്ടാതെ വരുമ്പോൾ ആ കൂട്ടം പൊട്ടിപ്പോകും. പിന്നെ ആരൊക്കെ എവിടെ എങ്ങനെയെന്ന് അറിയില്ല. അമീറന്മാരൊക്കെ എത്ര കൂടെ ഉണ്ടെങ്കിലും ആ തിരക്കിൽ അമീർ എവിടെയാണ്, നമ്മൾ എവിടെയാണ്, നമ്മുടെ കൂടെയുള്ള ആളുകൾ എവിടെയാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റൂല. അങ്ങനെയാകുമ്പോ പല ആളുകളും ആശങ്കപ്പെടും. പടച്ചോനെ, ഞാൻ ഒറ്റക്കായല്ലോ, നീ ഞാനെന്താ ചെയ്യുക, എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്ന് പല ആളുകളും ആശങ്കപ്പെടാറുണ്ട്. നമ്മുടെ ഈ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് കീഴിലല്ലാതെ മറ്റു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ഏറ്റവും ഏറെ കഷ്ടപ്പെടൽ ഇത്തരം സമയത്താണ്. കൂട്ടം തെറ്റി ഒറ്റക്കായി കഴിയുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പലരും അവസരമാവാറുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്, നിങ്ങൾ കൂട്ടം തെറ്റും എന്ന ഉറപ്പോട് കൂടി തന്നെ പോകണം. പലപ്പോഴും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ഒറ്റക്കേ ഉണ്ടാകൂ എന്ന് മനസ്സിൽ കുറിച്ചു വെക്കണം. അതൊരു ധൈര്യമാണ്. കൂട്ടമായിട്ടും അമീറം നമ്മുടെ ഹജ്ജിന്റെ നമ്മുടെ കൂടെ കൃത്യമായ വോളണ്ടിയർമാരും നമ്മളെ നോക്കാൻ പ്രത്യേകമായ സംവിധാനപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ട് എങ്കിലും 1% നമ്മൾ വെക്കണം. തിരക്കിൽപ്പെട്ട് എന്തെങ്കിലും ആയാൽ നമ്മൾ കൂട്ടത്തിൽ നിന്ന് പെട്ടാൽ പിന്നെ എല്ലാം കൂട്ടിയിട്ട് ഇതിന്റെ കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല. ആ ഒരൊറ്റ സമയം അതിന് കിട്ടുള്ളൂ. അങ്ങോട്ട് തിരിച്ചു വരാനോ വീണ്ടും അത് ആവർത്തിക്കാനോ നമുക്ക് സമയം കിട്ടൂല. ഹാജിയും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഓരോ ഹാജിയും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളെ കുറിച്ചും ഉംറയുടെ ഓരോ കർമ്മങ്ങളെ കുറിച്ചും നല്ല അറിവ് നേടിയിരിക്കണം. സിമ്പിളാണ്, ചെറുതാണ്, പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. പക്ഷെ അത് ഞാൻ സ്വന്തം പഠിക്കന്നെ വേണം, മറ്റോരുടെ ഒപ്പം ഉണ്ടെങ്കിലും ചിലപ്പോ ഇല്ലാത്ത ചില ആളുകൾ വിചാരിക്കേ അത് ഉണ്ടാവുമല്ലോ, ഓലോട് ചോദിച്ചാൽ മതിയല്ലോ, ഓല് പറഞ്ഞൊരു
ഭർത്താക്കന്മാർ വിചാരിക്കും എന്റെ ഭാര്യ നല്ല ഉഷാറാ, ഒക്കെ എല്ലാ കാര്യത്തിലും അറിവുണ്ട്, അതുകൊണ്ട് ഓള് പറഞ്ഞെന്നോളൂ. ചില ഭാര്യമാര് തിരിച്ചു വിചാരിക്കും ഭർത്താവിനെല്ലാം അറിയാം, ഞാൻ മൂപ്പറെ പയിക്കാറല്ലോ, അപ്പൊ മൂപ്പർക്ക് പറഞ്ഞോ. ഭാര്യയും ഭർത്താവും കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് ഹജ്ജിന്റെ തിരക്ക്. അതുകൊണ്ട് എല്ലാവരും ഹജ്ജിന്റെ കർമ്മങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും സ്വയത്തരാണ്. അഥവാ നമ്മൾ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരു ബേജാറുള്ളതെ ഈ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കത് ഒറ്റക്ക് ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ആ കർമ്മം നമ്മൾ തീർക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് എത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കൂടാനും നമ്മുടെ റൂമിലേക്കൊക്കെ ഒരു പേടിയില്ലാതെ ഒന്നിച്ച് എത്തി ഹജ്ജിന് കാണാല്ലാതെ എന്ന് ഞാൻ ഹജ്ജുമായി പെരും തിരക്കുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കൊണ്ടുപോയ ഒരാളെ കാണാതെ ആയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ സമയമൊക്കെ ചില തിരിച്ചിലും മറിച്ചിലും കണ്ടിട്ട് മാറിയാൽ നമ്മൾ അവരെ തിരിച്ച് കണ്ടെത്തി നമ്മൾ ഒരു വിഷയത്തിൽ പോകരുത്, നല്ല ആത്മവിശ്വാസത്തോടെ പോകണം. അതുകൊണ്ട് ഉംറയുടെ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഹജ്ജിന്റെ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ആ കർമ്മം എനിക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള അറിവ് എനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഓരോ കർമ്മത്തിന്റെ കാര്യത്തിലും ഓരോ ഹാജിക്കുമുണ്ട്. നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് തന്നെ പോണം. അവിടെ പോയിട്ട് പഠിക്കാൻ നിന്നാൽ കഴിഞ്ഞോളന്നില്ല. ഇപ്പൊ നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ഓരോന്നും പഠിച്ചെടുക്കുകയാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കേൾക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേർക്ക് നേരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നേർക്ക് നേരെ അതിന്റെ പ്രാക്ടിക്കലായിട്ട് അത് പഠിപ്പിക്കുന്ന ക്ലാസ് വരാണ്ട്, അതേപോലെ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അവസാന സമയത്ത് വന്നു ചേരുന്ന ആളുകളാണെങ്കിലും അവർക്ക് പോലും ഹജ്ജിന്റെ കർമ്മങ്ങളും ഉംറയുടെ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന സംവിധാനങ്ങള് ഗുഡ് ഹോപ്പിന്റെ ഈ ഹജ്ജ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല, ബേജാറാകേണ്ടതുമില്ല. അപ്പോ ഹജ്ജിന്റെ ഉംറയുടെ കർമ്മങ്ങൾ, ഈ 3 വിഭാഗത്തിലെ കർമ്മങ്ങളെ നമുക്കൊന്ന് വേർതിരിച്ച് പഠിക്കാൻ പറ്റും. ഒന്നാമത്തേത് ഉംറയുടെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ഉംറയുടെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉംറയല്ല, നമ്മുടെ ഉംറ രണ്ടാമത് ചെയ്യേണ്ടി വരും. ആ ഉംറയുടെ റുക്നുകളിൽ ഒന്നാമത്തേത് ഇഹ്റാം ആണ്. ഇഹ്റാം എന്താണ് എന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനിയും നമ്മളത് പറയും. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു സ്ഥലത്ത് വെച്ച്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ഏതാണ് സ്ഥലം. ആ നിശ്ചിതമായ സ്ഥലത്ത് വെച്ച് നമ്മൾ ഹജ്ജിന്റെ നിയ്യത്തിലേക്ക് പ്രവേശിക്കലാണ്, അല്ലെങ്കിൽ ഉംറയുടെ നിയ്യത്തിലേക്ക് പ്രവേശിക്കലാണ് ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്, ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന മനസ്സിലെ ആ ഒരു നിയ്യത്തോടു കൂടി ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇഹ്റാം. ഓ, ഇഹ്റാം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എനിക്ക് അറിയാവോ, എനിക്കതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്ന് ചില ആൾക്കാർ ബേജാറ്. എന്താ ഇഹ്റാം? നിശ്ചയിക്കപ്പെട്ട ആ സ്ഥലത്ത് വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ഹജ്ജിനാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് ഒരാൾ പറയാം. ആ പറയുന്ന സമയത്ത് അവൻ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന നിയ്യത്ത് അവന്റെ മനസ്സിലുണ്ടാവുക. ഇത് ഈ സംഗതിക്ക് പറയുന്ന പേരാണ് ഇഹ്റാം. എളുപ്പല്ലേ? ഇനി ആർക്കപ്പ അത് അറിയാത്തുള്ളു? ഇഹ്റാം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ഹജ്ജിന്റെ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി അത് പ്രഖ്യാപിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അതിനർത്ഥം എന്താ അറിയോ? അള്ളാഹുവേ, നിന്റെ വിളി കേട്ട് ഞാനിതാ ഉംറയ്ക്ക് വേണ്ടി വരുന്നു അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി വരുന്നു എന്ന
ആ പ്രഖ്യാപനമാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഇതാണ് ഉംറയുടെ ഒന്നാമത്തെ റുക്ന് എന്ന് പറയുന്നത്. ഈ ഇഹ്റാം ചെയ്യാതെ ഒരാൾ മക്കയിലെത്തി അയാൾ തവാഫും സായും ഒക്കെ ചെയ്താലും അയാളുടെ ഉംറയായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം അയാൾ ഇഹ്റാം ചെയ്തിട്ടില്ല. ഇഹ്റാം ഉംറയുടെ ഒരു റുക്നായതുകൊണ്ട് ഇഹ്റാം ചെയ്യാതെ അവന്റെ ഉംറ ശരിയാവുകയില്ല, സ്വീകാര്യമാവുകയില്ല. അപ്പോ ഉംറയുടെ ഒന്നാമത്തെ റുക്ന് ഇഹ്റാം. മനസ്സിലായല്ലോ അല്ലെ? ഇനി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയും, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ ഇഹ്റാമിന്റെ രൂപത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇഹ്റാം എന്ന കർമ്മം ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരു പിന്നീട് സംസാരിക്കാം. അപ്പോ ഉംറയുടെ ഒന്നാമത്തെ റുക്ന് ഇഹ്റാം ആണ്. ആ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ സ്ഥലത്ത് വെച്ച് ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ്. മനസ്സിൽ വിചാരിക്കുന്നതോടൊപ്പം തന്നെ നാവ് കൊണ്ട് ഈ പ്രഖ്യാപനം കൂടി നടത്തണം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേക്കാവാം. പല രൂപത്തിലും ആ വാക്കുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഏത് രൂപത്തിലും ആവാം. അപ്പോ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഒരു വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉംറയുടെ ആദ്യത്തെ റുക്ന് അവൻ പൂർത്തിയാക്കി. ഇനി ഉംറയുടെ രണ്ടാമത്തെ റുക്ന് എന്ന് പറയുന്നത് മക്കയിൽ എത്തി കഅബാലയത്തിന്റെ ചുറ്റും 7 പ്രാവശ്യം വലം വെക്കലാണ്. മക്കയിലെത്തി കഅബാലയത്തിന് ചുറ്റും 7 പ്രാവശ്യം വലം വെക്കുന്ന ആ കർമ്മമാണ് ഉംറയുടെ രണ്ടാമത്തെ റുക്ന്. അതിന് പറയുന്ന പേര് തവാഫ് എന്നാണ്. തവാഫ്. വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമായി 7 പ്രാവശ്യം അവൻ വലം വെക്കണം. അതിന്റെ രൂപം, അതിന്റെ രീതിയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ റുക്നുകളുടെ എണ്ണമാണ് പഠിക്കുന്നത്. അപ്പൊ ഉംറക്ക് പോകുന്ന ഒരാള് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ ഉംറയുടെ ആദ്യത്തെ റുക്ന് പൂർത്തിയാക്കി. പിന്നെ അയാൾ മക്കയിൽ വന്ന് കഅബയെ 7 പ്രാവശ്യം വട്ടം ചുറ്റിയാൽ ത്വാഫ എന്ന് പറഞ്ഞാൽ വട്ടം ചുറ്റുക എന്നാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്ന പേര്. 7 വട്ടം. 6 പോരാ, 5 പോരാ, 4, 3, 2, 1 പോരാ. അതൊന്നും തവാഫ് ആവൂല. ഒറ്റ വട്ടം കഅബയെ ചുറ്റിയിട്ട് ഞാൻ കഅബയെ 1 പ്രാവശ്യം തവാഫ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തവാഫ് ആകണമെങ്കിൽ 7 പ്രാവശ്യം ചുറ്റണം. അപ്പോ മക്കയിലെത്തി കഅബയിലെത്തി 7 പ്രാവശ്യം കഅബയെ ചുറ്റി. ഉംറയുടെ രണ്ടാമത്തെ റുക്ന് നമ്മൾ പൂർത്തിയാക്കി. ഉംറയുടെ മൂന്നാമത്തെ റുക്ന് എന്ന് പറയുന്നത് സഫ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് മർവ കുന്നിന്റെ താഴ്വരയിലേക്ക് നടക്കുക. പിന്നെ മർവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചു നടക്കുക. ഈ നടത്തത്തിന് പറയുന്ന പേരാണ് സഅയ്. സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോ 1 എന്ന് എണ്ണുക. മർവയിലെത്തി തിരിച്ച് സഫയിലേക്ക് നടക്കുമ്പോ 2 എന്ന് എണ്ണുക. അങ്ങനെ 7ാമത്തെ സഅയ് മർവയിലാണ് പൂർത്തിയാവുക. അങ്ങനെ 7ാമത്തെ സഅയ് മർവയിൽ പൂർത്തിയാകുമ്പോൾ ഉംറയുടെ രണ്ടാമത്തെ റുക്നായ സഅയ് നമ്മൾ നിർവഹിച്ചു. അതിന്റെ രീതികളും സഫയിൽ നിന്ന് മർവ ഫസ്റ്റ് ആരംഭിക്കും മുതലേ വായിസ് കട്ടായി. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സഫയിൽ നിന്നാണ് ആരംഭിക്കുക. സഫയിൽ നിന്ന് നമ്മൾ മർവയിലേക്ക് നടക്കണം. ഏകദേശം ഒരു 380 മീറ്റർ ആണ് സഫയിൽ നിന്ന് മർവയിലേക്കുള്ള ദൂരം. മീറ്റർ. ഈ ദൂരം നമ്മൾ നടക്കണം. സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുക.
ഈ നടത്തം സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുമ്പോൾ 1 എന്ന് നമുക്ക് എണ്ണാം. മറുവയിലെത്തിയാൽ 1 പിന്നെ മറുവയിൽ നിന്ന് നമ്മൾ വീണ്ടും സഫയിലേക്ക് തിരിച്ച് നടക്കുകയാണ്. അത് 2 ആണ്. ആ നടത്തം നമ്മൾ സഫയിലെത്തുമ്പോൾ 2 ആയി. പിന്നെ സഫയിൽ നിന്ന് വീണ്ടും നമ്മൾ മറുവയിലേക്ക് നടക്കുകയാണ്. അത് 3-ാമത്തേതാണ്. മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് നടക്കുകയാണ്. 4-ാമത്തേതാണ്. സഫയിൽ നിന്ന് വീണ്ടും മറുവയിലേക്ക് നടക്കുകയാണ്. 5. മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് നടക്കുകയാണ്. 6. സഫയിൽ നിന്ന് വീണ്ടും മറുവയിലേക്ക് നടക്കുകയാണ്. മറുവയിലെത്തുമ്പോ 7 ആയി. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അറിയോ, ചില സാധുക്കളായ ആളുകള് സഅയ് ചെയ്ത് നടന്ന് കുഴങ്ങിയിട്ട് വരും. അപ്പൊ എന്താ സംഭവിച്ചറിയോ, അവര് വിചാരിച്ചത് സഫയിൽ നിന്ന് ആരംഭിച്ച് മറുവയിലെത്തി വീണ്ടും സഫയിലെത്തുമ്പോഴാണ് 1 ആവുക എന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച്. അപ്പോ നിശ്ചയിക്കപ്പെട്ടതിന്റെ ഇരട്ടി നടക്കേണ്ടി വരും. അങ്ങനെയല്ല നിയമം. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ, ഇപ്പൊ സഫയെ നമ്മൾ എ എന്നും മറുവയെ ബി എന്നും സങ്കല്പിച്ചാൽ, എയിൽ നിന്ന് ആരംഭിച്ച് ബിയിൽ എത്തുമ്പോൾ 1 ആയി. ബിയിൽ നിന്ന് തിരിച്ച് നടന്ന് എയിലേക്ക് എത്തുമ്പോൾ 2 ആയി. അതാണ് ആ എണ്ണത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ സഫ മറുവ കുന്നുകൾ, ആ കുന്നുകൾ ഇന്ന് അവിടെ ഇല്ല. ആ കുന്നുകളുടെ സൂചകങ്ങളായി ചില അടയാളങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. വെയിൽ കൊള്ളാതെ പൂർണ്ണമായി ശീതീകരിച്ച വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. കല്ലോ മുള്ളോ കുണ്ടോ കുഴിയോ മണലോ ഒന്നുമില്ല. നല്ല വില കൂടിയ ഗ്രാനൈറ്റ് കൊണ്ട് അലങ്കരിച്ച മനോഹരമായ വഴിയാണ്. നടക്കുന്നത് പോലും അറിയില്ല. നല്ല തിരക്കാണ്. ആളുകൾ കൊണ്ടുപോകും. അത്ര തിരക്കാണ്. ആണ് സായി. നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പക്ഷെ ഇപ്പൊ നമ്മൾ വേണ്ടി മാത്രം പറയാണ് സായി. ഇപ്പൊ ഒരു ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരാള് 3 കാര്യങ്ങൾ ചെയ്തു. 1, അയാൾ ചെയ്തു. 2, അയാൾ മക്കയിലെത്തി കഅബയെ തവാഫ് ചെയ്തു 7 വട്ടം. 3, സഫ മറുവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യം നടന്നു. കഴിഞ്ഞു. ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയായി. ഈ 3 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഉംറ കർമ്മങ്ങൾ പൂർത്തിയായി, റുക്നുകൾ പൂർത്തിയായി. ഇത് ചില വാജിബാത്തുകൾ ഉണ്ട്, ചില സുനനുകൾ ഉണ്ട്. അതും കൂടി ഇത് സമ്പൂർണമാകുന്നത്. അതെന്താ? അപ്പോ ഹജ്ജിന്റെ ഈ 3 റുക്കിന് ഒരാള് ഇഹ്റാം ചെയ്യാതെ നേരെ മക്കയിൽ വന്ന് തവാഫ് ചെയ്ത് ഉംറ സ്വീകാര്യമല്ല. ഇനി ഒരാൾ ഇഹ്റാം ചെയ്തു, തവാഫില്ല, നേരെ സഫാ മർവക്കടയിൽ സഅയ് നടത്തി, അയാളുടെ ഉംറ സ്വീകാര്യമല്ല. ഒരാൾ ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്തു, പക്ഷെ സഅയ് നടത്തിയില്ല, അയാളുടെ ഉംറ സ്വീകാര്യമല്ല, പൂർണ്ണമല്ല. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഇനി ആണ് ഉംറയുടെ വാജിബാത്തുകൾ, അഥവാ ആ വാജിബാത്തുകളിൽപ്പെട്ട ഏതൊരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പ്രായശ്ചിത്തം നമുക്കത് തിരിച്ചെടുക്കാം. ബലിയറുക്കുക, നോക്കുക, ഇതൊക്കെയാണ് ഓരോ സാഹചര്യത്തിൽ നമ്മളെ അള്ളാഹു പഠിപ്പിച്ച പ്രായശ്ചിത്തങ്ങൾ. അതിന്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, ഉംറയുടെ വാജിബാത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് മീഖാത്ത് എന്നാണ്. മീഖാത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കപ്പെട്ട സമയം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലം, അതിനൊക്കെ മീഖാത്ത് എന്ന് പറയും. ഇവിടെ നിശ്ചയിക്കപ്പെട്ട സ്ഥലം വിശുദ്ധമായ ഹറമിന്റെ ചുറ്റുഭാഗത്തായി മക്കയിലേക്ക് കയറി വരുന്ന ഏതൊരാൾക്കും ഈ 5-ൽ ഏതെങ്കിലും ഒരു ഗേറ്റിലൂടെ, നമുക്കതിനെ ഒരു ഗേറ്റായിട്ട് വിചാരിക്കാം, ഈ 5-ൽ
ഏതെങ്കിലും ഒരു ഗേറ്റിലൂടെയാണ് അയാൾ മക്കയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ 5 ഗേറ്റുകൾ പറഞ്ഞാൽ 5 ഗ്രാമങ്ങളാണ്. 5 ഗ്രാമങ്ങളെയാണ് ഈ മീഖാത്തുകളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 5 മീഖാത്തുകള് നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും അതോടൊപ്പം തന്നെ ആ മീഖാത്തുകളിൽ ഉംറ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ യഥേഷ്ടം ഒരുക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് യാതൊരു കൺഫ്യൂഷനോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നർത്ഥം. ഇവിടെ മീഖാത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം, ഞാൻ അതൊന്നും ആദ്യം പറയാട്ടോ, നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പറയണേ. ഒരു കാര്യം പഠിക്കുക എന്നുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. ഈ ആളുകൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചോദിക്കേ, ഹജ്ജിനും ഉംറക്കോ പോകുമ്പോഴേ നിങ്ങൾ എവിടുന്നാ ഇഹ്റാം കെട്ടണത്? വീട്ടിൽ നിന്നാണോ, എയർപോർട്ടിൽ നിന്നാണോ, പള്ളിക്കൽ നിന്നാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. സത്യത്തിൽ കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്ത ആൾക്കാർ അങ്ങനെ ചോദിക്കാം. കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് ചോദ്യത്തിന് പ്രസക്തിയില്ല. എവിടുന്നാ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? മീഖാത്തിൽ നിന്ന്. മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. വീട്ടിൽ നിന്നല്ല, ഫ്ലൈറ്റിൽ നിന്നല്ല, എയർപോർട്ടിൽ നിന്നല്ല, മീഖാത്തിൽ വെച്ചാണ്. മീഖാത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണോ എത്തിയത് അവിടെ വെച്ചാണ്. മീഖാത്ത് എന്ന് പറഞ്ഞാല് ഒന്ന് ദുൽ ഹുലൈഫ എന്നാ പറയാം. ആ ഒരു മീഖാത്തിന്റെ പഴയ കാലത്തെ പേരാണ്. ദുൽ ഹുലൈഫ എന്ന മീഖാത്തിന്റെ ഇപ്പത്തെ പേര് അബിയാർ അലി എന്നാണ്. അബിയാർ അലി. ഇത് മദീനയുടെ അടുത്തുള്ള ഒരു ഗ്രാമമാണ്. നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ മദീന പട്ടണം കഴിഞ്ഞ ഉടനെ മദീനയുടെ അതിർത്തിയിൽ കാണുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അബിയാർ അലി. അതിന്റെ പുരാതന കാലത്തെ പേരാണ് ദുൽ ഹുലൈഫ. ആ ഭാഗത്തുകൂടെ വരുന്ന ആളുകളൊക്കെ ഈ ദുൽ ഹുലൈഫയിൽ വെച്ചാണ് ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇഹ്റാം എന്ന കർമ്മം ചെയ്യേണ്ടത്. അവിടെ വെച്ച് അതിന് പ്രത്യേകമായ വേണമെങ്കിൽ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്, ബാത്റൂമുകളുണ്ട്, പള്ളിയുണ്ട്, ഒക്കെ. ഞാൻ അതൊന്നും വേണമെന്നില്ല. നമ്മൾ ഇരിക്കുന്ന ബസ്സിലോ ഫ്ലൈറ്റിലോ ഒട്ടകപ്പുറത്തോ എവിടെയാണോ നമ്മൾ ഉള്ളത് ആ നാട്ടിൽ നിന്നായാൽ മതി. ദുൽ ഹുലൈഫ എന്ന മീഖാത്തായി നിശ്ചയിച്ച ഈ ഗ്രാമത്തിന്റെ ഏതു ഭാഗത്ത് നിന്നും നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. പള്ളിയിൽ തന്നെ പോകണമെന്നില്ല എന്നർത്ഥം. പ്രവാചകൻ പലപ്പോഴും ഇഹ്റാമിൽ പ്രവേശിച്ചത് തന്റെ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ടാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോ ഒരു മീഖാത്താണ് ഇതിൽപ്പെട്ടോ. രണ്ടാമത്തേത് ജുഹ്ഫ എന്നാ പറയാം. ജുഹ്ഫ. ഈ ജുഹ്ഫ എന്ന പ്രദേശം ഇന്ന് റാബക്ക് എന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിലെ ഏറ്റവും വികസിതമായ ഒരു പട്ടണങ്ങളിൽ ഒന്നാണ് റാബക്ക്. മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള പഴയ കാലത്തെ ഒട്ടകപ്പാതയിലുള്ള ഒരു പഴയ പ്രദേശമാണ് റാബക്ക്. സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ സൗദി അറാംകോയുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഒക്കെ ഈ റാബക്കിലുള്ളത്. വലിയ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്, മെഡിക്കൽ സിറ്റിയാണ്, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ റാബക്ക്. ആ റാബക്കിന്റെ തൊട്ടടുത്താണ് ഈ ജുഹ്ഫ എന്ന് പേരുള്ള ഈ മീഖാത്ത്. ആ വഴിയിലൂടെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഷാം, അതേപോലെ മിസ്ർ തുടങ്ങിയ ഈജിപ്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ റൂട്ടിലൂടെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ പണ്ടത്തെ റൂട്ടാണ്. ഇപ്പോ ആകാശത്ത് കൂടി ആയതുകൊണ്ട് വിമാനം ഏത് റൂട്ടിലൂടെ വരികയെന്ന് വിമാനത്തിന്റെ പൈലറ്റിന് മാത്രമേ അറിയുള്ളൂ. അപ്പോ നമ്മൾ ഏത് മീഖാത്തിലൂടെയാണ് മക്കയിലേക്ക് വരുന്നത് എന്ന് നമ്മുടെ പൈലറ്റ് നമുക്ക് നിർദ്ദേശം തരും. മിക്കവാറും ഹജ്ജിന്റെ ഉംറയുടെയൊക്കെ യാത്രക്കാരുള്ള വിമാനങ്ങളുടെ പൈലറ്റുമാര് മീഖാത്തിലെത്തുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പേ അനൗൺസ്മെന്റ് ചെയ്യും. ഇത്ര മിനിറ്റ് കൊണ്ട് മീഖാത്തിലേക്ക് എത്തും, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്ന ഒരു അനൗൺസ്മെന്റ് കിട്ടും. പിന്നെ മീഖാത്തിലെത്തുമ്പോ ഇപ്പൊ നമ്മൾ മീഖാത്തിലെത്തിയിരിക്കുന്നു എന്ന അറിയിപ്പും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഇതാണ് രണ്ടാമത്തെ മീഖാത്ത്, ജുഹ്ഫ. മൂന്നാമത്തെ മീഖാത്തിന്റെ പേര് ഖർനുൽ മനാസിൽ എന്നാണ്. അത് പഴയ പേരാ. ഇപ്പത്തെ പേര് സൈലുൽ കബീർ എന്നാ. സൈലുൽ കബീർ. തായിഫ് ഭാഗത്തൊക്കെ പാർക്കുന്ന ആൾക്കാർക്ക് അറിയാം, തായിഫിന്റെയും മക്കയുടെയും ഇടയിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് സൈലുൽ കബീർ. ഈ പ്രദേശത്തു കൂടി
മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പോ ഈ സൗദി അറേബ്യയുടെ തന്നെ പിന്നെ റിയാദ് പോലുള്ള ദമാമ പ്രദേശങ്ങൾ, അതേപോലെ UAE പോലുള്ള രാജ്യങ്ങൾ, ആ രാജ്യത്ത് നിന്നൊക്കെ വിമാനമാർഗമോ റോഡ് മാർഗമോ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി വരുന്ന ആളുകൾ ഈ മീഖാത്തിലൂടെയാണ് കടന്നു വരിക. തായിഫ് ഭാഗത്തുള്ള മീഖാത്ത് ദൂരം കൊണ്ട് മക്കയുടെ ഏറ്റവും അടുത്തുള്ള മീഖാത്ത് എന്ന് വേണമെങ്കിൽ ഈ മീഖാത്തിനെ വിശേഷിപ്പിക്കാം. സൈലുൽ കബീർ അഥവാ ഖർനുൽ മനാസിൽ മൂന്നാമത്തെ മീഖാത്ത്. നാലാമത്തെ മീഖാത്ത് റാത്തു ഇർഖ്ദ അൽ-ഗരീബ എന്നാണ് അതിന്റെ ഇപ്പത്തെ പേര്. ഇത് ഈ ഇറാഖ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്ത മീഖാത്താണ്. നമ്മൾ ആ മീഖാത്തുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാറില്ല. ഞാൻ ഇത് പറഞ്ഞ 3 മീഖാത്ത് ഉണ്ടല്ലോ, ഏത് മദീനയിൽ നിന്ന് വരുന്ന അബിയാർ അലി, അതേപോലെ റാബക്ക് ഭാഗത്തുള്ള ജുഹ്ഫ, അതേപോലെ തായിഫ് ഭാഗത്തുള്ള ഖർനുൽ മനാസിൽ, ഇതൊക്കെ ചേർന്ന് നമുക്ക് പരിമാറി കിട്ടാറുണ്ട്. വ്യോമപാതയിലുണ്ടായ മാറ്റമനുസരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് ഏത് ദിശയിലൂടെയാണോ വരുന്നത് അവിടെ ഈ മീഖാത്തുകൾ മാറി മാറി കിട്ടാറുണ്ട്. ഈ പറയപ്പെട്ട ദാത്തു ഇർക്ക് എന്ന മീഖാത്ത് അത് ഇറാഖ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീഖാത്താണ്. നമ്മൾ ആ മീഖാത്തുമായിട്ട് വല്ലാതെ ബന്ധപ്പെടാറില്ല. അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് യലംലം. ഇത് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർക്കാം, യലംലം. പണ്ട് നമ്മൾ മദ്രസന്നൊക്കെ മീഖാത്തുകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ത്യക്കാരുടെ മീഖാത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടത് യലംലമാണ്. മക്കയിൽ നിന്ന് യമൻ ദിശയിൽ നിന്ന്, യമനിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ രാജ്യക്കാരുടെയും മീഖാത്താണ് യലംലം. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളും കപ്പൽ മാർഗമൊക്കെ പുറപ്പെട്ടിരുന്ന കാലത്ത് ജിദ്ദയുടെ പരിസരത്താണ് ഈ യലംലം. കപ്പലിലൂടെ പോവുക, റോഡ് മാർഗം പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ യലംലം വഴിയിലൂടെയാണ് പോവുക. വിമാനമാർഗം പോകുമ്പോഴും ചില സമയത്ത് ആ റൂട്ടിലൂടെ പോകാറുണ്ട്. എന്തായാലും നമ്മുടെ മീഖാത്ത് എന്ന് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വെച്ചത് ഈ യലംലം എന്ന സ്ഥലത്തെയാണ്. ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് അസ്സഅദിയ എന്നാ. സഅദിയ. അതിലൂടെയാണ് നമ്മൾ വിമാനമാർഗം പോകുമ്പോൾ നമ്മുടെ വിമാനം പോകുന്നതെങ്കിൽ അവിടെ എത്തും മുമ്പേ നമുക്ക് നമ്മുടെ വിമാനത്തിന്റെ പൈലറ്റിന്റെ നിർദ്ദേശം കിട്ടും, നിങ്ങൾക്ക് മീഖാത്തിൽ എത്തുകയാണ്, ഇഹ്റാം ചെയ്തോടി. അപ്പോ ഇഹ്റാം ചെയ്യുക എന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? റുക്നുകളിൽ പെട്ടതാണ്. ഇഹ്റാം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹജ്ജോ ഉംറ ശരിയാവില്ല. ആ ഇഹ്റാം മീഖാത്തിൽ വെച്ചാവുക എന്നത് വാജിബാത്തുകളിൽ പെട്ടതാണ്. ഒരാള് ഇഹ്റാം ചെയ്തു, പക്ഷെ മീഖാത്ത് മീഖാത്തിന്റെ മുമ്പെന്നോ അല്ലെങ്കിൽ മീഖാത്ത് കഴിഞ്ഞു പോയിട്ട് അയാൾക്ക് തോന്നുന്നത് ഞാൻ ഇഹ്റാം ചെയ്തതെന്ന്. അങ്ങനെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതിരുന്നാൽ അവന്റെ ഹജ്ജോ ഉംറയോ സ്വീകരിക്കണമെങ്കിലേ അവൻ പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് വാജിബാത്തുകളുടെ പ്രത്യേകത. അതിന് നിശ്ചയിച്ച ഫിദിയ അവൻ കൊടുക്കണം. അത് കൊടുത്താലേ അവന്റെ ഹജ്ജ് പൂർണ്ണമായ ഹജ്ജായിട്ട് സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പോ ഉംറയുടെ ഹജ്ജിന്റെ വാജിബാത്തുകളിൽ അഥവാ നഷ്ടപ്പെട്ടാൽ പ്രായശ്ചിത്തം ചെയ്താൽ മതിയാവുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇഹ്റാം മീഖാത്തിൽ വെച്ചാവുക എന്നതാണ്. രണ്ടാമത്തേതായിട്ട് പഠിപ്പിക്കപ്പെട്ടത് ഉംറയുടെ രണ്ടാമത്തെ വാജിബാത്ത് എന്ന് പറയുന്നത് ഉംറ ചെയ്തു കഴിഞ്ഞാൽ അഥവാ സഅയ് കഴിഞ്ഞാൽ മുടി മുറിക്കുക എന്നത്. പുരുഷൻ അവന്റെ തലയിലെ മുടി പൂർണ്ണമായി വടിച്ചു കളയുകയോ അല്ലെങ്കിൽ തലയുടെ മുടി എല്ലാ ഭാഗത്തും ആ മുടി വെട്ടുകയോ ചെയ്യുക എന്നതാണ് ഈ വാജിബ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടി പിന്നിലേക്ക് നീട്ടിപ്പിടിച്ച് ആ മുടിയുടെ അറ്റത്ത് നിന്ന് ഒരു വിരൽ വലിപ്പത്തിലുള്ള ചെറിയ ഭാഗം വെട്ടിക്കളയുക. പുരുഷൻ ഒന്നുകിൽ തലയിലെ മുടി മുഴുവനും മുണ്ഡനം ചെയ്യുക, വടിച്ചു കളയാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ ഒരാള് എണീറ്റിട്ട് പറഞ്ഞു, റസൂലെ
മുടി വെട്ടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. റസൂല് പ്രാർത്ഥിച്ചില്ല. രണ്ടാമതും റസൂല് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അപ്പോഴും ഈ മനുഷ്യൻ ഇടപെട്ടു. റസൂലെ വെട്ടിയോൽക്കും. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. മൂന്നാമതും പ്രവാചകൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അപ്പോഴും ഈ സാധു മനുഷ്യൻ ഇടപെട്ടു, റസൂലെ വെട്ടിയോൽക്കും. അപ്പൊ റസൂല് പറഞ്ഞു വെട്ടിയോൽക്കും. അതായത് 3 വട്ടം മുടി വടിച്ചു കളഞ്ഞവർക്ക് വേണ്ടി പ്രവാചകൻ പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുടി വെട്ടിയവർക്ക് 1 വട്ടം, എന്താ പറയാ, ഒരു പകുതി പ്രാർത്ഥനയാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ മുടി വെട്ടിയാലും ഹജ്ജ് ഉംറയും ശരിയാവും. പക്ഷേ പൂർണ്ണമായിട്ട് വടിച്ചു കളയലാണ് അതിന്റെ ഏറ്റവും മനോഹരമായ രൂപം എന്നർത്ഥം. അപ്പോ ഒരു ഉംറയുടെ വാജിബ് എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, ഇഹ്റാം മീഖാത്തിൽ വെച്ചാവണം. 2, ഉംറ ഞാൻ മുടി എടുക്കണം. ഇപ്പൊ മൊത്തം 5 കാര്യം. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു, ഒരു റുക്കിനും ഒരു വാജിബത്ത്. കഅബയെ തവാഫ് ചെയ്തു, ഒരു റുക്കിന്. 3, സഫാ മർവക്കയിൽ 7 വട്ടം നടന്നു. അതിനുശേഷം മുടി എടുത്തു, കഴിഞ്ഞു. ഉംറ ആകണ്ട ഉംറ. തിരക്കില്ലാത്ത സമയത്ത്, വലിയ തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ മക്കയിലെത്തിയാലേ 1 മണിക്കൂർ സമയം മുഴുവൻ ഇത് തീർക്കാൻ അത്ര എളുപ്പമാണ്. തിരക്കില്ലാത്ത സമയത്ത് മക്കയിലെത്തിയാല് ഒരു 10 മിനിറ്റ് വേണ്ട തവാഫ് ചെയ്യാൻ. 5-7 ചുറ്റും ചുറ്റാൻ അത്ര ചെറിയ ദൂരമുള്ളൂ. തിരക്കുണ്ടാകുമ്പോഴാണ് അങ്ങനെ വലുതായി കൂടെ. തിരക്കില്ലാത്ത സമയത്ത് ഹറമിന്റെ അടുത്ത് നമ്മൾ എത്തിയാൽ 1 മിനിറ്റ് വേണ്ട ഒരു റൗണ്ട് പൂർത്തിയാക്കാൻ. അപ്പൊ 7 റൗണ്ട് പൂർത്തിയാക്കാൻ ഒരു 5-6 മിനിറ്റ് മതി. സഫാ മർവയ്ക്കിടയിൽ എത്തിയാൽ ഒരു 1/2 കൊണ്ട് എന്ത് ചെയ്യാം, സഫാ മർവ നടന്നു തീർക്കാം. 1 മണിക്കൂറിന്റെ താഴെ സമയം മതി തിരക്കില്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ. അപ്പോ അത് മണിക്കൂറുകൾ ഇങ്ങനെ കൂടി. അത്രയും ലളിതമാണ് ഉംറ എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഉംറയുടെ റുക്നുകളും ഉംറയുടെ പഠിച്ചു. ഇനി ഹജ്ജിന്റെ റുക്നുകൾ എന്തൊക്കെയാണ്, ഹജ്ജിന്റെ വാജിബാത്തുകൾ എന്തൊക്കെയാണ്, അതുകൂടി നമുക്കൊന്ന് പഠിക്കാം. ഹജ്ജിന്റെ ഇപ്പൊ നമ്മൾ ഉംറയുടെ റുക്നുകൾ പറഞ്ഞല്ലോ, ഇഹ്റാം, തവാഫ്, സായി. ഇതാണ് ഉംറയുടെ റുക്ൻ. ഇത് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവട്ടോ. നിങ്ങൾ അങ്ങനെ മാറി ഇത് കോളം വരച്ച് കാണാതെ പഠിക്കാൻ നോക്കൊന്നും വേണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് സുഖമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നേരെ മീഖാത്തുനിന്ന് ഇഹ്റാമിന്റെ സമയമാകുമ്പോൾ അറിയിക്കും, ഇതാ ഇഹ്റാമിന്റെ സമയമായിട്ടോ. അപ്പൊ എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയും. എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നെ മക്കത്തെത്തിയാല് നമ്മളെല്ലാവരും ഒരുമിച്ച് കഅബയിലേക്ക് പോവുകയാണ് തവാഫ് ചെയ്യാൻ. എല്ലാവരും ഒന്നിച്ച് പോവുക, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തവാഫ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് സഅയിലേക്ക് പോവുകയാണ്. അവിടെ ഒന്നും തെറ്റാണൊന്നുമില്ല, അതൊക്കെ അതിന്റെ മുറപ്രകാരം നടക്കും. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കൽ നല്ലതാണല്ലോ, അപ്പോഴല്ല കാര്യത്തിനൊരു പൂർണ്ണത ഉണ്ടാവുക. അപ്പോ ഉംറയുടെ റുക്നുകളും വാജിബാത്തുകളും നമ്മൾ കേട്ടു. ഇനി ഹജ്ജിന്റെ റുക്നുകൾ എന്തൊക്കെയാണ്? ഉംറയുടെ റുക്ന് 3 പറഞ്ഞ്, ഇഹ്റാം, തവാഫ്, സായി. എന്നാൽ ഹജ്ജിന്റെ റുക്നുകൾ 4 1 കൂടുതലുണ്ട്. എന്താ ഞാൻ തരാം. 1, ഹജ്ജിന്റെ 1ാമത്തെ റുക്ന് ഉംറയുടെ 1ാമത്തെ റുക്നായ ഇഹ്റാം തന്നെയാണ്. 2 വേറെ വേറെയാണ്. ഉംറയ്ക്ക് വേറെ ഇഹ്റാം, ഹജ്ജിന് വേറെ ഇഹ്റാം. അപ്പൊ ഹജ്ജിന്റെ 1ാമത്തെ റുക്ന് ഉംറയുടേതുപോലെ തന്നെ ഇഹ്റാമാണ് 1ാമത്തെ റുക്ന്. 2ാമത്തെ റുക്ന് ഉംറയുടെ റുക്ന് പോലെ തന്നെ മക്കയിൽ വന്ന് തവാഫ് ചെയ്യലാണ് 2ാമത്തെ റുക്ന്. മക്കയിൽ വന്ന് ഈ ഉംറയുടെ തവാഫ് ഏത് സമയത്തും എപ്പോഴും ചെയ്യാം. എന്നാൽ ഹജ്ജിന്റെ തവാഫ് അങ്ങനെയില്ല. അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പൊ മക്കയിൽ വന്നിട്ട് തവാഫ് ചെയ്യാം. അതാണ് ഹജ്ജിന്റെ 2ാമത്തെ റുക്ന്. 3ാമത്തെ റുക്ന്
ഉംറയുടെ റുക്കിന് പോലെ തന്നെ സഅയാണ്. ഹജ്ജിനൊരു സഅയ് ഉണ്ട്. ആ സഅയ് ചെയ്യാം. അതാണ് മൂന്നാമത്തെ റുക്കിന്. ഈ 3 റുക്കിനും ഹജ്ജിനും ഉംറക്കും ഒരുപോലെയാണ്. ഈ 3 കാര്യം, ഹജ്ജിന്റെ ഈ 3 റുക്കിനുകൾ ഉംറക്കും ബാധകമായ 3 റുക്കിനാണ്. ഹജ്ജിന്റെ പ്രത്യേകമായ 4ാമത്തെ റുക്കിന് എന്ന് പറയുന്നത് അറഫയിൽ നിൽക്കൽ. ദുൽഹജ്ജ് 9-ന് പകൽ സമയത്ത് അറഫയിൽ നിൽക്കണം, കുറച്ചു നേരെങ്കിലും. ഇനി പകൽ സമയത്ത് ഒരാൾക്ക് അറഫയിൽ എത്തിപ്പെടാൻ പറ്റിയില്ല, ട്രാഫിക്കിലോ മറ്റോ പെട്ട് അയാൾ ബ്ലോക്കിലായി അറഫയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അസുഖം മറ്റോ ആയിട്ട് ആശുപത്രിയിലായി അയാൾക്ക് അറഫയിലേക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ അന്ന് രാത്രിയും അയാൾക്ക് പരിഗണിക്കാം. അപ്പോ ദുൽഹജ്ജ് 9-ന് അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ 4ാമത്തെ റുക്കിനാണ്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്. ഇത് 3ഉം ഹജ്ജിനും ഉംറക്കും ഒരേപോലെ. ഹജ്ജിന് ഉംറയിൽ നിന്ന് വ്യത്യാസമായി 4ാമത്തേതായിട്ട് ഒരു റുക്കിന് കൂടിയുണ്ട്. അത് അറഫയിൽ നിൽക്കുക എന്നതാണ്. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഹാജി നിർവഹിക്കാതെ പോയാൽ അക്കൊല്ലത്തെ ഹജ്ജ് അയാൾക്ക് നഷ്ടപ്പെട്ട് അയാൾ വേണമെങ്കിൽ അടുത്ത കൊല്ലം വന്ന് 2ാമത് ഹജ്ജ് ചെയ്യണം. ഒരു ഹാജി ഇഹ്റാം ചെയ്യാതെ തവാഫും സഅയും അറഫയും മുസ്ദലിഫയും ഒക്കെ പോയാലും അയാൾ ഹജ്ജ് സ്വീകാര്യമല്ല. അതേപോലെ ഹജ്ജിന്റെ ഒരു തവാഫുണ്ട്, ഹജ്ജ് 10-ന് ചെയ്യേണ്ടതാണ്. അതേപോലെ ഹജ്ജിന്റെ ഒരു സഅയ് ഉണ്ട്. ഈ തവാഫോ സഅയോ ഒരാൾ ചെയ്യാതെ പോയാൽ അയാൾ ഹജ്ജ് ബാത്തിലാണ്. പിന്നെ അടുത്ത വർഷം അയാൾ അത് ആവർത്തിക്കണം. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ന് എന്ന് പറയുന്നത് അറഫയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജു ഹുവൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നിൽക്കുക എന്നതാണ് ഒരു ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ ഹജ്ജിന്റെ റുക്നുകൾ അഥവാ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ ഇഹ്റാം, തവാഫ്, സഅയ്, അറഫ. ഇത് 4 ഈ 4-ന് പുറമെ ചില വാജിബാത്തുകൾ കൂടിയുണ്ട് ഹജ്ജിന്. എന്ന് പറഞ്ഞാൽ ആ വാജിബാത്തുകളായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ ആ നഷ്ടം നികത്താവുന്നതാണ്. എന്തൊക്കെയാണത്? 1, ഉംറയുടെ വാജിബാത്ത് പറഞ്ഞതുപോലെ തന്നെ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, അത് ഹജ്ജിന്റെയും വാജിബാത്തിൽപ്പെട്ടതാണ്. 2, ദുൽഹജ്ജ് 9-ന് സൂര്യാസ്തമയം വരെ അറഫയിൽ നിൽക്കണം. അതിന്റെ ഇടയ്ക്ക് ചാടിച്ചു പോകരുത്. സൂര്യാസ്തമയം വരെ അറഫയിൽ ഉണ്ടാവുക, അത് ഹജ്ജിന്റെ ഒരു വാജിബാത്താണ്. മറ്റൊന്ന്, രാത്രി ആ സൂര്യാസ്തമയം വരെ അറഫയിൽ നിന്നിട്ട് ദുൽഹജ്ജ് 9-ന് സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പോകണം. അന്ന് രാത്രി മുസ്ദലിഫയിൽ പാർക്കുക എന്നത് ഹജ്ജിന്റെ ഒരു വാജിബത്തുകളിൽപ്പെട്ട കാര്യമാണ്. മുസ്ദലിഫയിൽ പാർക്കുക. അടുത്തത്, ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളിൽ മിനയിൽ പാർക്കുക. നല്ല തിരക്കുള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ 12ഓടുകൂടി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 13, 3 ദിവസം മിനയിൽ പാർക്കുക. അത് ഹജ്ജിന്റെ വാജിബത്തുകളിൽപ്പെട്ടതാണ്. അടുത്തത്, മിനയിൽ പാർക്കുന്ന സമയത്ത് ജംറകളിൽ കല്ലെറിയണം. 3 ജംറ എന്താന്നല്ലേ പിന്നെ പറയും, 3 സ്ഥലത്ത് കല്ലെറിയണം. അത് ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്. 4-മത്തേത്, ഉംറയുടേത് പറഞ്ഞ പോലെ ഹജ്ജിന്റെയും ദുൽഹജ്ജ് 10-ന് മുടി കളയൽ ഹജ്ജിന്റെ ഒരു ഭാഗമാണ്. അത് ഹജ്ജിന്റെ ഒരു വാജിബത്തുകളിൽപ്പെട്ടതാണ്. അവസാനത്തേത്, നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പായി അവസാനമായി കഅബയെ ഒന്ന് തവാഫ് ചെയ്യണം. ഈ തവാഫിന് അത് ഹജ്ജിന്റെ വാജിബത്തുകളിൽപ്പെട്ട തവാഫാണ്.
ആ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഹജ്ജിന്റെ വാജിബാത്തുകൾ? ഒന്ന്, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. രണ്ടാമത്തേത്, മിനായിൽ സൂര്യാസ്തമയം വരെ നിൽക്കുക. മൂന്നാമത്തേത്, സൂര്യാസ്തമയം കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ രാത്രി പാർക്കുക. നാലാമത്തേത്, 11, 12, 13 ദിവസങ്ങളിൽ മിനയിൽ പാർക്കുക. അഞ്ചാമത്തേത്, ആ ദിവസങ്ങളിൽ ജംറകളിൽ കല്ലെറിയുക. അവസാനത്തേത്, അതിനർക്ക മുടി കളയുക. ദുൽഹജ്ജ് 10 ബലിയറുത്ത് കഴിഞ്ഞാൽ മുടി കളയുക. അവസാനത്തേത് വദാ, യാത്ര ചോദിക്കുന്ന തവാഫ് ചെയ്യുക. അപ്പൊ ഞാനീ പറഞ്ഞത് നിങ്ങളൊരു 10% ആൾക്കാർക്ക് ശരിക്കും ഗ്രാഹ്യമായിട്ടുണ്ടാവും. ഒരു 50% ആൾക്കാർക്ക് ഏകദേശം ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷനോട് കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ വഴിക്ക് വഴി. ഇപ്പൊ ഞാൻ നിങ്ങളോട് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തക്ബീറുൽ ഇഹ്റാം, സുജൂദ്, അത്തഹിയ്യാത്ത്, റുക്കൂ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. എന്നാൽ അതിങ്ങനെ മനസ്സിൽ തലക്കെന്ന് ഓർത്തിട്ട് തക്ബീർ, ഫാത്തിഹ, റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്കത് മറക്കൂല, തെറ്റൂല. അതേപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളും ആ ക്രമത്തിൽ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തെറ്റാതെ നടക്കണം. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും ബേജാറാവേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് സമയം 10 മണിയായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ദിവസത്തിൽ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ മനസ്സിലാക്കായ്മയോ എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരവസരം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും ഏകദേശം നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇനി ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കാൻ പുതിയ സമയം അനുവദിച്ചിട്ടില്ല. അതിന്റെ സമയം അവസാനിച്ചതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷിച്ച ആളുകൾക്ക് മാത്രമേ ഇനി ഈ വർഷത്തെ ഹജ്ജിന് അവസരം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ആളുകളൊക്കെ പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലാസ് അതിന്റെ ഫിനിഷിങ്ങിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അപ്പോ കാര്യങ്ങൾ ഒന്നുകൂടി എല്ലാവർക്കും വ്യക്തമാകും, മനസ്സിലാവും. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.